മോഷ്ടിച്ച ആഭരണങ്ങൾ മുഴുവനും പുറത്തെടുത്ത് ഇവിടെ വെക്കൂ അങ്കിൾ. എന്തായി പറയുന്നേ? ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. നുണ പറയുന്നു. ഈ ലഡ്ഡു സിംഗിന്റെ മുമ്പിലാണ് നീ നുണ പറയുന്നത്. നിനക്ക് നാളല്ലേ? നീ അവിടെ മോഷ്ടിക്കാൻ വന്നിട്ട് മൊത്തം പുകയിട്ടു. നിനക്കത് ഓർമ്മയുണ്ടോ? എന്നിട്ട് അവിടെയുള്ള സ്വർണം മുഴുവനും മോഷ്ടിച്ച് നീ അങ്ങ് ഓടിക്കളഞ്ഞല്ലോ. മോഷ്ടിച്ചിട്ടില്ല, പക്ഷെ പുകയിട്ടത് ഞാൻ തന്നെയാ. ഒരു തരി സ്വർണം പോലും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ പുകയിട്ടത്? അതെന്റെ ഡ്യൂട്ടിയാണ്. കൊതുകുകളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടി ഞാൻ എല്ലാ സ്ഥലത്തും പുകയിടാറുണ്ട്. ഒരാൾ എനിക്ക് 5000 രൂപ തന്നിട്ട് 5 സ്ഥലത്ത് പുകയിടാൻ വേണ്ടി പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ ജോലി തീർക്കണമെന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ഇതാ കണ്ടോ, എനിക്ക് 100 രൂപ അഡ്വാൻസ് തരികയും ചെയ്തു. എന്റെ എല്ലാ മുതലുകളും മോഷണം പോയി. ഞാനിനി എന്ത് ചെയ്യും? നിങ്ങൾ ആരെങ്കിലും കള്ളനെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞങ്ങൾ എല്ലാവരും നിന്റെ പുറകെ തന്നെ വന്നു. അതുകൊണ്ട് ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഓഹോ, ദാ വീണ്ടും ഫോൺ വന്നല്ലോ. ഇത് തീർച്ചയായിട്ടും അവൻ തന്നെ ആയിരിക്കും, ആ ഡാൻസിങ് തീഫ്. ഫോൺ എടുക്കില്ല, ഞാൻ ആ ഫോൺ എടുക്കില്ല. എന്നോട് ഫോൺ എടുക്കാൻ നീ പറയരുത്. ഞാൻ കുറെ നേരമായി ഫോൺ അടിക്കുന്നു. സാർ എന്തുകൊണ്ടാ ഇത്ര നേരമായിട്ട് ഫോൺ എടുക്കാഞ്ഞത്? ഓ, നീയായിരുന്ന വിളിച്ചിരുന്നേ. സോറി ശിവ. ഞാൻ വിചാരിച്ചു ആ ഡാൻസിങ് തീഫായിരിക്കുന്ന. ഞാൻ വിചാരിച്ചു അവൻ നമ്മളോട് പറഞ്ഞിട്ടല്ലേ മോഷ്ടിക്കാൻ പോവാറുള്ളത്. അതുകൊണ്ട് അവന്റെ ഫോൺ ഞാൻ എടുക്കേ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ എങ്ങനെ എനിക്ക് ഫോൺ വരും? അവന് മോഷ്ടിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഒന്നും സംഭവിക്കില്ല ലഡ്ഡു സിംഗ് സാറേ. ഈ പ്രാവശ്യം നമ്മൾ ആ കള്ളനെ തീർച്ചയായിട്ടും പിടിച്ചിരിക്കും. ഇത്തവണയും കൂടി അവൻ മോഷ്ടിച്ചു കഴിഞ്ഞാ പിന്നെ മിക്കവാറും എന്റെ തൊപ്പി തെറിക്കാൻ സാധ്യത ഉണ്ട്. വിഷമിക്കരുത്, എന്റെ ജീവിതം പിന്നെ കോഴഞ്ഞാട്ടാവും. ആ ശിവ പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ ശിവയല്ല, ഡാൻസിങ് തീഫാണ് മാഷേ. തൊലഞ്ഞല്ലോ ഞാൻ. ഫോൺ വെക്കരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇപ്പോഴൊക്കെ എനിക്ക് നിങ്ങളുടെ ബുദ്ധി വളരെ ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ തലയുടെ അടുത്ത് വന്ന് നിന്ന് മോഷ്ടിക്കും, അതും ഡാൻസ് കളിച്ചുകൊണ്ട്. തലയുടെ അടുത്ത് വന്ന് മോഷ്ടിക്കുന്നോ? ഇതിന്റെ അർത്ഥം എന്താണ് പെടറാം? സാറിന്റെ ബുദ്ധി, അതായത് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് മോഷ്ടിക്കുന്ന അവൻ ഉദ്ദേശിക്കുന്ന. നീ എന്തൊക്കെയായി പറയണത്? അതിന് എന്റെ അടുത്ത് മോഷ്ടിക്കാൻ 1 രൂപ പോലും ഇല്ലല്ലോ. നിന്റെ കയ്യിൽ പണമെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? സാറിങ്ങനെ തമാശ പറയുന്ന നിർത്തുന്നുണ്ടോ? എന്റെ സാലറി കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ മൊത്തം തീരുമല്ലോ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ല. വരുന്നവനൊന്നും കിട്ടില്ല. പിന്നെ അവൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പാറ്റ മോഷ്ടിക്കാനാണോ വരുന്നത്? അവനൊരു മണ്ടൻ കള്ളനാ. സാറേ, പണമൊന്നും അവന് കിട്ടിയില്ലെങ്കിലും ഒരുപാട് ആയുധങ്ങൾ ഈ സ്റ്റേഷനിൽ ഉണ്ടല്ലോ. തോക്കുകളുണ്ടല്ലോ, മെഷീൻ ഗൺസ്, റിവോൾവേഴ്സ്. പെടറാം, നീ എത്രയും പെട്ടെന്ന് അതിലെടുത്ത് ലോക്കപ്പ് റൂമിന്റെ അടുത്ത് വെച്ചാ മതി. ഉറപ്പുള്ള പൂട്ടാവണം, ഉറപ്പുള്ള പൂട്ടായിരിക്കണം. നമുക്ക് പോലും അതിനെ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കണം. സാറേ, വേഗം ശിവനൊന്ന് ഫോൺ ചെയ്ത് വിളിക്കോ. ആ കള്ളൻ ഇവിടെ വരുമ്പോ ശിവ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ വരെ പിടിക്കാൻ സാധിക്കും? ലഡ്ഡു സിംഗ് സാറേ, കുറെ നേരമായല്ലോ. എന്തുകൊണ്ടാ കള്ളൻ ഇതുവരെ വരാഞ്ഞത്? ഒരുപക്ഷെ അവൻ പേടിച്ചു കാണും. എങ്ങനെ അവൻ പേടിക്കാതെ ഇരിക്കുക? ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണം നടത്തുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. ലഡ്ഡു സിംഗ് സാറേ, ഡയലോഗ് ഒക്കെ നിങ്ങൾ പിന്നെ പറയൂ. ആദ്യം ആ കള്ളൻ ശരിക്കും എന്താ പറഞ്ഞെന്ന് പറയൂ. അയാള് പറഞ്ഞതേ, ലഡ്ഡു സിംഗ്, നിന്റെ ബുദ്ധി നിന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നേ. അതുകൊണ്ട് നിന്റെ തലയിൽ ഞാൻ ഇവിടെ വന്ന് തന്നെ മോഷ്ടിക്കുമെന്നാ പറഞ്ഞേ. പക്ഷെ ലഡ്ഡു സിംഗ് സാറിന് അത്ര വലിയ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ വെറുതെ ചിരിക്കലേ കേട്ടോ. ഇതിൽ എന്തോ ഉള്ളുകളിയുണ്ട്. ശരിക്കും നീ ആ വാക്കുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാള് ലഡ്ഡു സിംഗ് സാറിന്റെ ബുദ്ധി ഇവിടെ വന്ന് മോഷ്ടിക്കുമെന്ന്. അതിന്റെ അർത്ഥം ബുദ്ധിയാണ് ലഡ്ഡു സിംഗ് സാറിനെ സഹായിക്കുമെന്ന്. അല്ല,
ലഡു സിംഗ് സാറിനെ സഹായിക്കുന്നത് നീ മാത്രമാണല്ലോ. അപ്പോൾ ലഡു സിംഗ് സാറിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നീയാണ് നിന്റെ സ്ഥലത്ത് മോഷ്ടിക്കുന്ന പറഞ്ഞത്. ഹലോ മുത്തശ്ശ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഒരു കള്ളൻ വീട്ടിൽ വന്ന് മോഷ്ടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? കള്ളന്മാർ കട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആണെങ്കിൽ കസേരയിൽ കെട്ടിയിരിക്കുകയും. നിങ്ങളുടെ കുട്ടിയാണ് ലഡു സിംഗ് സാറിനെ സഹായിക്കുന്നത്. അവനെ അപ്പം ഈ ഞാനും ഒന്ന് സഹായിക്കണ്ടേ? ആ കള്ളൻ എന്റെ സൈക്കിളും കൊണ്ടാണ് പോയിരിക്കുന്നത്. ഞാൻ ഈ സൈക്കിൾ എടുത്തോണ്ട് പോവാം. മുത്തശ്ശ, വാതിൽ വേഗം തുറക്ക്. ഹാൻഡ്സ് അപ്പ്. നിന്റെ കളി ഇന്നത്തോടെ മതിയാക്കാം. യു ആർ അണ്ടർ അറസ്റ്റ്. എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. എന്നെ നേരെ നിൽക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ലല്ലോ. കണ്ടില്ലേ, ഈ സമയത്തും എന്റെ ഈ ഡാൻസ് നന്നായിട്ടുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. എന്നാ കേട്ടോ, ഞങ്ങൾക്കും അതിനുള്ള കഴിവുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് ചെയ്ത് നിന്നെ പിടിച്ചിരിക്കും, അറിയോ? എന്നാ നമുക്ക് ഇനി മല്ലിടാം. തുടങ്ങാം. എന്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. മുത്തശ്ശ, ആ കള്ളൻ എവിടെ? മുകളിൽ ടെറസിലേക്ക് പോയിരിക്കുക. ഹലോ, ഞാനിത് എന്താ കാണുന്ന ലഡു സിംഗ് സാർ? ശിവ, ഇവിടെ ഡാൻസ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ കള്ളനെ തോൽപ്പിക്കും. അയാൾ നിങ്ങളെ മണ്ടന്മാരാക്കി ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞിരിക്കുന്നു. അല്ല, അവൻ വീണ്ടും എന്റെ സൈക്കിൾ കൊണ്ടാണ് പോയിരിക്കുന്നത്. ലഡു സിംഗ് സാർ, ഒന്ന് വേഗം വരൂ. കുട്ടി എന്നെ ശല്യം ചെയ്യുന്നത്? നിനക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ? മറ്റു കുട്ടികളെ പോലെ നിനക്ക് ക്രിക്കറ്റ് കളിച്ചൂടെ കുട്ടി? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അറിയാലോ, എനിക്കറിയാലോ. ഇനി ഞാൻ ആരാണെന്നുള്ള കാര്യം ഇപ്പം നിനക്ക് പറഞ്ഞു തരാം. ഓക്കേ?
ഞാൻ ഡാൻസ് ചെയ്ത് മോഷ്ടിക്കുക മാത്രമല്ല നല്ലോണം ഫൈറ്റും ചെയ്യും. അല്ല, എങ്ങനെയുണ്ട് എന്റെ ഡാൻസ്? ഒന്ന് നിൽക്കൂ. ഇനി എന്റെ ഡാൻസ് നീ ഒന്ന് കണ്ടു നോക്ക്. അതായത് നിന്നെ പോലെ ഗുണ്ടകൾ മാത്രം പഠിക്കുന്ന ഒരു ഡാൻസ് ആണ് ഇത്. എന്നെ കൊണ്ടിനി പറ്റില്ല, മതിയാക്ക്. മ്യൂസിക് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കാലുകൾ എത്തുകയില്ല. ആടിക്കൊണ്ടേയിരിക്കും. നിർത്തൂ, please.